الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم ليقضوا تفثهم وليوفوا نذورهم وليطوفوا بالبيت العتيق صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. നമ്മൾ ദുൽഖഅദ് മാസത്തിൻ്റെ അവസാനത്തിലാണ് ഉള്ളത്. ദുൽഖഅദ്, ദുൽഹജ്ജ് മാസങ്ങൾ ഹജ്ജിൻ്റെ മാസങ്ങളാണ്. ആ നിലക്കാണ് അത് അറിയപ്പെടുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഹജ്ജ് ലക്ഷ്യമാക്കി, അള്ളാഹുവിൻ്റെ ഭവനം ലക്ഷ്യമാക്കി ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ വൃത്താന്തങ്ങൾ, വാർത്തകൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ നിന്നും പരിസരത്തു നിന്നും അങ്ങനെ ആളുകൾ അങ്ങോട്ട് തീർത്ഥാടനം ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുന്നു. കഅബയുടെ സന്ദേശം, ഹജ്ജിൻ്റെ സന്ദേശം, ഇബ്രാഹിമി മില്ലത്തിൻ്റെ യാഥാർത്ഥ്യം, ഇതെല്ലാം മനുഷ്യനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ കർമ്മവും അതുമായി ബന്ധപ്പെട്ട പാഠങ്ങളും വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത്. വർഷാവർഷം ആവർത്തിച്ച് അനുസ്മരിക്കേണ്ടുന്ന ഒരു പാഠമായിട്ട് ഇസ്ലാം അതിന് നിശ്ചയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ വർഷവും നമ്മൾ ബലിപെരുന്നാളിൽ ഈ സന്ദേശം ഓർക്കുന്നു. ബലിയുമായി ബന്ധപ്പെട്ട് ഈ പാഠങ്ങൾ അനുസ്മരിക്കുന്നു. ഹജ്ജുമായി ബന്ധപ്പെട്ട് ഈ യാഥാർത്ഥ്യങ്ങളെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉറപ്പിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രയോ നൂറ്റാണ്ടുകളായി ഈ പാഠം മനുഷ്യൻ മറന്നു പോകാൻ പാടില്ലാത്ത ഒന്നാണ് എന്നും ആ പാഠത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ കാലത്ത് ജീവിക്കാൻ വിശ്വാസികൾ കരുത്തരായി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നും നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് മടുപ്പും ചെടുപ്പുമില്ലാത്ത അനുസ്മരണങ്ങൾ ഈ വിഷയകമായി നടന്നുകൊണ്ടിരിക്കുന്നത്. കഅബ ഭൂമുഖത്ത് മനുഷ്യർക്കായി പണി കഴിപ്പിക്കപ്പെട്ട ആദ്യത്തെ ഭവനമാണ്. യഥാർത്ഥത്തിൽ അത് മനുഷ്യൻ പണി കഴിപ്പിച്ചതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. നേരത്തെ ആ ഭവനത്തിൻ്റെ തറ അവിടെ ഉണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമ തൻ്റെ കുടുംബത്തെ, ഹാജർ, ഇസ്മായിൽ അലൈഹിമ അസ്സലാം, രണ്ടുപേരെയും കൊണ്ടുപോയി ആ ജന ഫലശൂന്യമായ മരുപ്പറമ്പിൽ മക്കയിൽ ആക്കിയതിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഇനി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈറി ദി സറഇൻ ഇൻദ ബൈതികൽ മുഹറം. കൃഷിയില്ലാത്ത, ജന ഫലശൂന്യമായ, വെള്ളമില്ലാത്തത് കൊണ്ട് ഫലമൂലാദികളില്ലാത്ത, അതുകൊണ്ട് തന്നെ മനുഷ്യവാസമില്ലാത്ത ഈ മരുപ്പറമ്പിൽ നിന്റെ ഭവനത്തിന്റെ അടുക്കൽ, അതിന്റെ ബൈതികൽ മുഹറം,
നിന്റെ പരിപാവനമായ പരിശുദ്ധമായ ഭവനത്തിന്റെ അടുക്കൽ ഞാൻ എൻ്റെ കുടുംബത്തെ താമസിപ്പിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ ഭവനം നേരത്തെ ഉണ്ട്. അതിൻ്റെ തറയുടെ മേൽ എടുപ്പ് പണിയുന്ന പ്രക്രിയയാണ്, പ്രവർത്തനമാണ് ഇബ്രാഹിം ഇസ്മായിൽ അലൈഹിമ അസ്സലാം രണ്ടുപേരും കൂടി നിർവഹിച്ചത്. മനുഷ്യർക്ക് വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പനാനുസാരം പണി കഴിക്കപ്പെട്ട ആദ്യത്തെ ഭവനം, അതൊരു സവിശേഷതയാണ്. ഇന്ന ഔവല ബൈത്തിൻ വുദിഅ ലിന്നാസ്, മനുഷ്യർക്ക് വേണ്ടി പണി കഴിപ്പിക്കപ്പെട്ട ആദ്യത്തെ ഭവനം. അതുകൊണ്ട് തന്നെ അത് ചിരപുരാതനമായ ഭവനമാണ്. അതിനോട് കിടപിടിക്കാൻ പറ്റുന്ന പഴമയും പാരമ്പര്യവുമുള്ള ഒന്ന് വേറെയില്ല എന്ന് വിശ്വാസികളായ നമ്മെ ആവർത്തിച്ച് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. സൂറ അൽ ഹജ്ജിലെ 29ാമത് സൂക്തമാണ് ഖുതുബയുടെ മുഖദ്ദിമയിൽ ഓതി വെച്ചത്. സുമ്മൽ യഖ്ലു തഫസഹും, പിന്നീട് അവർ അവരുടെ അഴുക്കിനെ നീക്കിക്കളയട്ടെ, പോക്കിക്കളയട്ടെ. വൽ യൂഫു നുദൂറഹും, അവർ അവിടെ നേർച്ചകൾ പൂർത്തീകരിക്കട്ടെ. വൽ യത്തവഫു ബിൽ ബൈത്തുൽ അതീഖ്, അൽ ബൈത്തുൽ അതീഖ്, ചിരപുരാതനമായ ഈ ഭവനത്തിന് ചുറ്റും അവർ തവാഫ് ചെയ്യട്ടെ. ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മത്തെ വിശദീകരിക്കുന്നിടത്ത് ചിരപുരാതനമായ ഭവനം, അങ്ങനെ ഒന്ന്, അതിനോട് കിടപിടിക്കാവുന്ന ഒന്ന് ഭൂമിയിലില്ല എന്ന് വളരെ കൃത്യമായി ഈമാൻ കൊള്ളാൻ വിശ്വാസികൾ കഴിയണമെന്ന്. അൽ കഅബ, ബൈത്തുൽ ഹറാം, അൽ ബൈത്ത്, ഖിബില, അൽ മസ്ജിദുൽ ഹറാം എന്നിങ്ങനെ വ്യത്യസ്തമായ പേരുകൾ ഈ ഭവനത്തെ വളരെ കൃത്യമായി ഖുർആൻ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഈ ഭവനത്തിന്റെ രണ്ടാമത് സന്ദേശം? ഷിർക്കുമായി ബന്ധമില്ലാത്ത വിശ്വാസമായിരിക്കണം വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടത് എന്നതാണ്. അതുകൊണ്ട് ഈ ഭവനത്തെ പരിചയപ്പെടുത്തിയെടുത്ത് ഖുർആൻ പറയുന്നുണ്ട്. സൂറ ആൽ ഇമ്രാൻ 95-ാം വചനത്തിൽ ഇബ്രാഹിം മില്ലത്തിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കുൽ സ്വദഖല്ലാഹ്, നിങ്ങൾ ഓരോരുത്തരും പറയണം, നമ്മളോട് ഖുർആൻ പറയാം, കുൽ, നീ പറയണം പ്രവാചകരെ, സ്വദഖല്ലാഹ്, അല്ലാഹ് പറഞ്ഞത് എത്രമേൽ സത്യമാണ്, അള്ളാഹു പറഞ്ഞ വർത്തമാനം എത്രമേൽ സത്യമാണ്. സ്വദഖല്ലാഹുൽ അലിയുൽ അലീം. എന്താണ് അവർ വൃത്താന്തം? ഫത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ, നിങ്ങൾ ഇബ്രാഹിം മില്ലത്തിനെ പിൻപറ്റണം. ഹനീഫ, ഹൃജുമാനസരായിക്കൊണ്ട്, നിഷ്കളങ്കരായിക്കൊണ്ട്, വക്രത ഉണ്ടാകാൻ പാടില്ല. ഒരു അഡ്ജസ്റ്റ്മെന്റ് മാൽ പ്രാക്ടീസ്. നമ്മുടെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. അപ്പൊ അങ്ങനെ വക്രതയില്ലാതെ തെളിഞ്ഞ മനസ്സോടെ നിഷ്കളങ്കമായി ഹനീഫൻ, ഹൃജുമാനസനായി നിങ്ങൾ മില്ലത്ത് ഇബ്രാഹിമിനെ പിൻപറ്റണം. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കുകൾപ്പെട്ടവനല്ല കേട്ടോ. അള്ളാഹുവിന്റെ മാർഗത്തിൽ വന്ന പ്രവാചകന്മാരെല്ലാം മുവഹിദീങ്ങളാണ്, നമുക്കാർക്കും സംശയമില്ല. തൗഹീദിന്റെ വക്താക്കളും പ്രയോക്താക്കളുമാണ്. പക്ഷെ തൗഹീദിന്റെ വക്താക്കളും പ്രയോക്താക്കളുമായ പ്രവാചകന്മാരെ പരിചയപ്പെടുന്ന കൂട്ടത്തിൽ ഇബ്രാഹിമിനെ പരിചയപ്പെടുത്തിയിടത്ത് അലൈഹിസ്സലാത്തു വസ്സലാം ഖുർആൻ പേർത്തും പറയുന്ന ഒരു പ്രയോഗമാണ് വമാ കാന മിനൽ മുശ്രിക്കീൻ വലം യകു മിനൽ മുശ്രിക്കീൻ. ആവർത്തിക്കാണ് ഖുർആൻ. അദ്ദേഹത്തിന് ഷിർക്കുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നാണ്. ഷിർക്ക് തൊട്ടു തീണ്ടാത്ത വിശ്വാസം എത്ര പേർക്ക് സാധ്യമായി മുസ്ലിം സമുദായത്തിനകത്ത് എന്നൊരു ചോദ്യമാണ്. അങ്ങനെ ചോദിക്കാൻ തന്നെ നമുക്കിപ്പോൾ ധൈര്യക്കുറവുള്ള കാലമാണ്. ഷിർക്കുമായി ബന്ധമില്ലാത്ത വിശ്വാസികൾ എത്ര? ഈ ഉള്ളവൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന കാലത്ത് ഒരു മലയാളം പണ്ഡിറ്റ് ഇസ്ലാം സ്വീകരിച്ചു എൻ്റെ പള്ളിയിൽ വെച്ച്. അദ്ദേഹം എല്ലാ മതത്തെക്കുറിച്ച് നന്നായി പഠിച്ചിട്ടു ഇസ്ലാം സ്വീകരിച്ചതാണ്. ക്രിസ്തു മതമോ ഹൈന്ദവ മതമോ അദ്ദേഹത്തിന് സ്വീകാര്യമായിരുന്നില്ല പല കാരണങ്ങളാൽ. ഇസ്ലാം സ്വീകരിച്ച് മതവുമായി ബന്ധപ്പെട്ട ആദർശവുമായി ബന്ധപ്പെട്ട പഠനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം നമ്മളുമായുള്ള സഹവാസം അവസാനിച്ച് നാട്ടിലേക്ക് പോയി. ഒരാഴ്ച കഴിഞ്ഞ് എനിക്കൊരു കത്ത് കിട്ടി. എന്നെ അങ്ങേയറ്റം ആക്ഷേപിച്ചുകൊണ്ടുള്ള കത്താണ്. നിങ്ങൾ പറഞ്ഞ ഇസ്ലാം ഒന്നും ഇവിടെ കാണുന്നില്ല. അദ്ദേഹം നാട്ടിലെത്തിയപ്പോൾ ഉണ്ടായ അനുഭവമാണ്. ഞാൻ അദ്ദേഹത്തോട് വളരെ വിനയത്തോടു കൂടി നിങ്ങൾ തിരിച്ചു വരൂ, നമുക്ക് ഇനിയും നേരെ ഇത് സംവദിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എന്നോട് ദേഷ്യപ്പെട്ടത്, ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന മതത്തിൽ പ്രതിഷ്ഠയിൽ ഇരുത്തിയിട്ടാണ് വിഗ്രഹങ്ങളെ പൂജിക്കാറ്. ഹൈന്ദവ ആശയത്തിലെല്ലാം പീഠത്തിൽ ഇരുത്തിയിട്ടാണ് ദൈവങ്ങൾ ഉണ്ടാവുക. പിന്നീട് ഞാൻ മാറിപ്പോയത് വേറെ ഒന്നിലേക്കാണ്. അവിടെ എല്ലാം നിർത്തിയിരിക്കുകയാണ്. ക്രൈസ്തവ വിശ്വാസത്തിൽ എല്ലാ ദൈവങ്ങളും നിൽക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ഇവിടെ എല്ലാം കിടത്തിയിട്ടാണ് പൂജിക്കുന്നത്. പിന്നെ എന്ത് വ്യത്യാസമാണ്? എവിടെയാണ് നിങ്ങൾ പറഞ്ഞ തൗഹീദ് എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം ഉണ്ടായില്ല. അങ്ങനെയുള്ള ഉത്തരമില്ലായ്മകൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മനസ്സിലാക്കണം. ഇത്രയൊക്കെ പറഞ്ഞാൽ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. അപ്പൊ ഷിർക്കുമായിട്ടൊരു ബന്ധവുമില്ല. അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിനോട് അർത്ഥിക്കുന്ന, അള്ളാഹുവിനോട് സഹായം തേടുന്ന, അള്ളാഹുവിൽ രക്ഷകനെ കാണുന്ന, അള്ളാഹുവിൽ അഭയം തേടുന്ന,
അള്ളാഹുവിന് നേർച്ച വഴിപാടുകൾ നേരുന്ന തെളിഞ്ഞ തൗഹീദിന്റെ വക്താവായി ജീവിച്ച വ്യക്തിയാണ് ഇബ്രാഹിം എന്ന് ഖുർആൻ പേർത്തും മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ഇതാണ് കഅബയുടെ സന്ദേശം, ഇതാണ് ഹജ്ജിന്റെ പാഠം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മില്ലത്ത ഇബ്രാഹിമ, ഇബ്രാഹിം മില്ലത്തിനെ ഫത്തബിഉ മില്ലത്ത ഇബ്രാഹിമ, നിങ്ങൾ ഇബ്രാഹിം മില്ലത്തിനെ പിൻപറ്റണം. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഷിർക്ക് ചെയ്തിട്ടില്ല കേട്ടോ, ഷിർക്കും ഒരു ബന്ധമില്ലാത്തവനാണ് എന്ന് പറയുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഷിർക്കുമായിട്ട് ഒട്ടും ബന്ധമില്ല. ഷിർക്കിന്റെ അംശലേശമില്ലാത്ത വിശ്വാസം സ്വീകരിച്ച മുസ്ലിമാണ് ഞാൻ എന്ന് പറയാൻ കഴിയുന്ന ഒരു കാലത്തേക്ക് നമ്മൾ ഇനിയും ഒരുപാട് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഈ സമുദായത്തെ നോക്കിയിട്ട് പറയാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ആ ഭവനത്തിന്റെ സന്ദേശം ഇങ്ങനെയൊക്കെയാണ്. ആദ്യത്തെ ഭവനമാണ് ഷിർക്കുമായി ബന്ധമില്ലാത്ത ഭവനമാണ്. ഇനി അങ്ങോട്ട് ചെല്ലുന്ന മനുഷ്യരോ അവിടെ മനസ്സിൽ അല്ലാഹു അല്ലാതെ ആരും ഉണ്ടാകാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന പാഠം ഇങ്ങനെയൊക്കെയാണ്. ഹജ്ജിനെ ഒന്ന് പുതിയ രീതിയിൽ വായിക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു അല്ലാത്ത ആരുണ്ടാകാൻ പാടില്ല മനസ്സിൽ. അതുകൊണ്ട് കൃത്യമായിട്ട് ഖുർആൻ നിങ്ങൾ ഹജ്ജിനോ ഉംറക്കോ അങ്ങോട്ട് വരികയാണെങ്കിൽ ഇങ്ങനെ വന്നാൽ മതി. എങ്ങനെ വന്നാൽ മതി? വാത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, ലില്ലാഹ് ലില്ലാഹ്, വാത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. ഹജ്ജും ഉംറയും നിങ്ങൾ അല്ലാഹ്ക്ക് വേണ്ടി മാത്രം. മറ്റാരെങ്കിലും മനസ്സിൽ പതിച്ച് നിങ്ങൾ അങ്ങോട്ട് വരണ്ട. എന്നിട്ട് അവിടെ മിനാ താഴ്വാരത്തിലോ അറഫയുടെ ഓരം പറ്റി നിങ്ങൾ വേറെ ചില പരിപാടി സംഘടിപ്പിക്കേണ്ട കാര്യമില്ല. അതിനുള്ളതല്ല ഈ ഭവനം. ഫാത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. ഖുർആൻ സൂറ അൽ ബഖറ 196. സൂറ ആൽ ഇംറാൻ 97-ാം വചനം വലില്ലാഹി അലന്നാസ് ഹിജ്ജുൽ ബൈത്ത്. വലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം നിങ്ങളെ മുഴുവൻ കർമ്മങ്ങളും. അങ്ങനെ നിങ്ങൾക്ക് ശീലിക്കാൻ പാലിക്കാൻ കഴിഞ്ഞെങ്കിലേ നിങ്ങൾ അങ്ങോട്ട് വരേണ്ടതുള്ളൂ. വലില്ലാഹി അലന്നാസ് ഹിജ്ജുൽ ബൈത്ത്. അള്ളാഹുവിന് വേണ്ടി ആ ഭവനത്തിങ്കൽ വന്ന് ഹജ്ജ് നിർവഹിക്കുന്നത് ജനങ്ങളുടെ മേൽ ബാധ്യതയായ കാര്യമാണ്. മനിസ്തതാഅ ഇലൈഹി സബീല, അങ്ങോട്ട് വരാൻ സാമ്പത്തികമായ സൗകര്യം, ശാരീരികമായ ആരോഗ്യം, പോയി വരാനുള്ള വഴിയുടെ സുരക്ഷിതത്വം എന്നിവ എല്ലാം ഒത്തുചേർന്നാൽ ഓരോ വിശ്വാസിയും അവിടെ വന്ന് ഈ കർമ്മം നിർവഹിക്കൽ നിർബന്ധമാണ്. വമൻ കഫറ, ഇനിതൊക്കെ ഒത്തുവന്നിട്ടും ഒരാൾ അങ്ങോട്ട് വരുന്നില്ലെങ്കിൽ അവനെ മുസ്ലിമായിട്ട് ഗണിക്കൂല. വമൻ കഫറ, അവൻ നിഷേധിയ കാഫിറാണ്. വമൻ കഫറ, ഇനി ആരെങ്കിലും നന്ദികേട് കാണിക്കാനാണ്, ഈ ദർശനം കിട്ടി ഈ മില്ലത്ത് ഇബ്രാഹിമിൽ വന്ന് സുന്നത്ത് മുഹമ്മദിൽ പെട്ടിട്ട് ഈ സൗകര്യമെല്ലാം ഒത്തുകൂടിയിട്ടും ആ പണിക്ക് അങ്ങോട്ട് വരാൻ തയ്യാറില്ലാത്തവൻ ഒമൻ കഫറ, നന്ദികേട് കാണിക്കുന്ന കാഫിറാണ്. ഒമൻ കഫറ, ഇനി ആരെങ്കിലും നന്ദികേട് കാണിക്കുന്നു എങ്കിൽ ഫഇന്നല്ലാഹു ഗനിയ്യുൻ അനിൽ ആലമീൻ, നിങ്ങളെ ആശ്രയിച്ചല്ല അള്ളാന്റെ നിലനിൽപ്പ്. നിങ്ങൾ ഹജ്ജിന് വന്നില്ലെങ്കിൽ പൊളിഞ്ഞു പോകുന്ന ഒരു രീതിയല്ല അള്ളാഹുവിന്റെ സംവിധാനം എന്ന് വളരെ കൃത്യമായി മുഖത്തടിച്ച പോലെ വിശ്വാസി സമൂഹത്തോട് ഖുർആൻ പറയുന്നു. നാലാമതായിട്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഭവനത്തിലേക്ക് വരുന്നു എങ്കിൽ അള്ളാഹുവിന്റെ പാപമോചനം ആഗ്രഹിച്ചിട്ട് വരുന്നവരാ നിങ്ങൾ. മനുഷ്യരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തീർക്കാതെ അങ്ങോട്ട് വരണ്ട. അത് നിങ്ങളുടെ കർമ്മത്തിന്റെ റിസൾട്ട് തടഞ്ഞു വെക്കപ്പെടാൻ കാരണമാകും. അങ്ങനെയാണ് എല്ലാ തിങ്കളും വ്യാഴവും സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുമെന്ന് ഹദീസിലുണ്ട്. അള്ളാഹു തന്റെ ദാസന്മാരിൽ ശിർക്ക് ചെയ്യാത്തവർക്കും വിദ്വേഷവും വെറുപ്പും പകയും കൊണ്ടു നടക്കാത്തവർക്കും പുറത്തു കൊടുക്കുന്ന സഹീഹായ ഹദീസിലുണ്ട്. അപ്പൊ ശിർക്ക് ചെയ്യാത്തവർ അങ്ങോട്ട് പോയാൽ മതി. ആദ്യം പറഞ്ഞു കഴിഞ്ഞു, അത് ശിർക്കുമായി ബന്ധമില്ലാത്ത സംവിധാനമാണ്. ഇബ്രാഹിം മില്ലത്തിന്റെ പാരമ്പര്യം അതാണ്. രണ്ടാമതായിട്ട് പറയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യർ ശിർക്കൊന്നും ചെയ്യുന്നില്ല, പക്ഷേ മനുഷ്യരുമായുള്ള ബന്ധത്തിൽ, കുടുംബം, അടുത്ത കുടുംബം, അകന്ന കുടുംബം, തൊട്ടയൽപ്പക്കം, അകന്ന അയൽപ്പക്കം, സമൂഹത്തിൽ നാം ഇടപഴകുന്ന ബന്ധത്തിൽപ്പെട്ടവർ, നമ്മുടെ പരിതവൃത്തത്തിൽപ്പെട്ടവർ, നമ്മുടെ ബിസിനസ് സംവിധാനങ്ങൾ, നമ്മുടെ സാമൂഹിക ബന്ധത്തിൽ വരുന്ന ആളുകൾ ആരൊക്കെയാവട്ടെ, അവരുമായിട്ടൊക്കെയുള്ള സാമൂഹിക ബന്ധത്തിൽ, മാനവികമായ ബന്ധത്തിൽ വിദ്വേഷവും വെറുപ്പും പകയും വെച്ച് നടക്കുന്നുണ്ടെങ്കിൽ അവർക്കും പുറത്തു കൊടുക്കൂല. ലാ യഗ്ഫിറുല്ലാഹു ലികുല്ലി അബ്ദിൻ ലാ യുശ്രികു ബില്ലാഹി ഷൈഅ. അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്ത, ഷിർക്കിന്റെ അംശം ഒട്ടും തീണ്ടിയിട്ടില്ലാത്ത ആളുകൾക്ക് അല്ലാഹ് പുറത്തു കൊടുക്കും. അതുപോലെ തന്നെ ഇല്ലാ റജുലൻ, അല്ലാഹ് പുറത്തു കൊടുക്കാത്ത വേറെ ഒരാളുണ്ട്, അയാൾ കാനത്ത് ബൈനഹു ബൈന അഖീഹി ഷഹ്ന, അവനും അവന്റെ സഹോദരനും തമ്മിൽ വെറുപ്പുണ്ട്, പകയുണ്ട്, വിദ്വേഷമുണ്ട്. അതുകൊണ്ടാണ് നടക്കുന്നത്. എങ്കിൽ ആ ഒരു മനസ്സുമായിട്ട് അങ്ങോട്ട് വരണ്ട.
പാപങ്ങൾ പുറത്തു കിട്ടൂല എന്നാണ്. അത്തരം ആളുകളെ നോക്കിയിട്ട് അല്ല പറയത്തരെ ഉത്തുറുക്കു ഹാദൈനി ഹത്താ യസ്തലിഹ, ഉത്തുറുക്കു ഹാദൈനി ഹത്താ യസ്തലിഹ, ഉത്തുറുക്കു ഹാദൈനി ഹത്താ യസ്തലിഹ 3 തവണ ഹദീസിൽ ആവർത്തിച്ചിരിക്കാം. അവരെ വിട്ടണ കേട്ടോ, അവരെ നമ്മൾ പരിഗണിക്കുന്നില്ല. ഉത്തുറുക്കു അവഗണിച്ചേക്ക്, വിട്ടേക്ക്. ഹത്താ യസ്തലിഹ അവർ തമ്മിലെ പ്രശ്നങ്ങൾ തീർത്തിട്ട് വരട്ടെ, അപ്പൊ നോക്കാന്നാ. റിസൾട്ട് വിത്ത് ഹെൽഡ് ആകുന്നു നമുക്ക് പരീക്ഷയിൽ പ്രയോഗം. നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന കുട്ടികളാണ്, ആള് പരീക്ഷയ്ക്ക് എഴുതി, പക്ഷെ റിസൾട്ട് വിത്ത് ഹെൽഡാ. അതിന്റെ ബാക്കി കണ്ടീഷൻ പൂർത്തീകരിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് പേപ്പർ കിട്ടൂല, അടുത്ത കോഴ്സിന് ചേരാൻ പറ്റില്ല, ജോലിക്ക് പോകാൻ പറ്റില്ല. എങ്കിൽ റിസൾട്ട് വിത്ത് ഹെൽഡ് ആവുക എന്നതുപോലെ ഈ കർമ്മത്തിന്റെ റിസൾട്ട് വിത്ത് ഹെൽഡ് ആയി പോകും. മനുഷ്യരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തീർക്കാതെ പോയാൽ ആ ഭവനം നൽകുന്ന സന്ദേശം തിരിച്ചറിവിന്റെ പാടാണ്. അത് ഹജ്ജിന് പോകാൻ മാത്രം നോക്കിയാൽ മതി എന്ന് വിചാരിക്കണ്ട. ഇത് ഇസ്ലാമിന്റെ സവിശേഷമായ പാഠങ്ങളാണ്. അടുത്തതായിട്ട് സാമ്പത്തിക വിശുദ്ധി നിർബന്ധമാണ്. നിങ്ങൾ അങ്ങോട്ട് പോകുന്നു എങ്കിൽ, ഹജ്ജാവട്ടെ ഉംറയാവട്ടെ, നിങ്ങൾ അങ്ങോട്ട് പോകുന്നെങ്കിൽ സാമ്പത്തിക വിശുദ്ധിയോടെ ജീവിക്കുന്നു എങ്കിൽ ചെന്നാൽ മതി എന്ന് ഒരു മടിയുമില്ലാതെ യാഥാർത്ഥ്യങ്ങൾ തുറന്നടിച്ച് പറയുന്ന പണ്ഡിതന്മാർ എക്കാലത്തും പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക വിശുദ്ധി നിർബന്ധ. നമുക്കറിയാം ചരിത്രം. കഅബയുടെ 1ാമത് മൂല ഹജറുൽ അസ്വദ്, അത് കിഴക്ക് ഭാഗത്തെ മൂലയാണ്. 2ാമത് മൂല റുക്നുൽ ഇറാഖി, ഇറാഖിന്റെ ഭാഗത്തേക്കുള്ള മൂല, അത് വടക്ക് ഭാഗം. 3ാമത് മൂല റുക്നുൽ ഷാം, ഷാമിന്റെ ഭാഗത്തേക്കുള്ള മൂല, അത് പടിഞ്ഞാറ് മൂലയാണ്. 4ാമത് മൂല റുക്നുൽ യമാനി, തെക്ക് ഭാഗത്തേക്കുള്ള മൂലയാണ്. 4 മൂലയാണ് കഅബ. ഇപ്പൊ ഈ ഭവനത്തിന്റെ ചുറ്റുമാണല്ലോ കർമ്മങ്ങൾ നിർവഹിക്കപ്പെടുന്നത്. അതിൽ 1ാമത് മൂല ഹജറുൽ അസ്വദിന്റെ മൂല കഴിഞ്ഞ് 2ാമത് മൂല റുക്നുൽ ഇറാഖി മുതൽ 3ാമതുള്ള റുക്നുൽ ഷാം വരെ ഒരു അരമതിലുണ്ട്, ഹിജർ ഇസ്മായിൽ. നിങ്ങളെല്ലാം ഈ ചിത്രം കണ്ടവരും പോയവരുമൊക്കെയാണ്. അതൊരു അരമതിലായിട്ട് നിൽക്കുക. എന്തുകൊണ്ട് അരമതിലായിട്ട് നിന്നത്? കഅബയിൽപ്പെട്ട ഭാഗമാണ്. ആയിഷ ഉമർ റളിയല്ലാഹു തആല അൻഹ തിരുനബിയോട്, റസൂൽ എനിക്ക് കഅബക്കകത്ത് കയറി നിസ്കരിക്കണം, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം റസൂലിന് ആഗ്രഹം പറഞ്ഞപ്പോ റസൂലുള്ളാഹി പറഞ്ഞു ആയിഷ ഉമ്മയോട്, ആയിഷ ഹിജർ ഇസ്മായിൽ നമസ്കരിച്ചത് കഅബയാണ്. അപ്പൊ ഈ അരമതിലിനകത്തുള്ള ഭാഗം കഅബയിൽപ്പെട്ടതാണ്. പിന്നെ എന്തേ അത് പുറത്ത്, ഈ 4 ചുമരിന് പുറത്ത്? വെള്ളപ്പൊക്കത്തിൽ കഅബ തകർന്നു വീണു. തിരുനബിയുടെ ആഗമനത്തിനും അന്ന് തിരുനബി ടീനേജുകാരനാണ്. അങ്ങനെ മക്കയിലെ മുശ്രിക്കീങ്ങളായ നേതൃത്വം ഒത്തുകൂടിയിട്ട് അതിന്റെ പുനർനിർമ്മാണത്തിന് പദ്ധതി ഉണ്ടാക്കി. അതിന്റെ സാമ്പത്തികത്തിൽ അവർ കണ്ടീഷൻ വെച്ചു, ഉപാധി. എന്താ ഉപാധി? ഹലാലായ പണം മാത്രമേ ഇതിനായിട്ട് കൊണ്ടുവരാവൂ. അവര് വെട്ടിപ്പും തട്ടിപ്പും കള്ളക്കടത്തും പിടിച്ചുവരെയൊക്കെ ശീലമാക്കിയ കൂട്ടരാ. അതാണ് പഴയ ജാഹിലിയത്തിലെ ആ സമൂഹത്തിന്റെ ജീവിത രീതി. അവിടെ വരുമാന മാർഗത്തിൽ സിംഹഭാഗവും ഹറാമ. പക്ഷെ അവർക്ക് ബോധ്യമുണ്ട്, ഇന്ന് 5 വക്ത് നിസ്കരിക്കുന്ന മുസൽമാൻ ഇല്ലാത്ത ബോധ്യം അന്ന് ജാഹിലിയത്തിലെ ഈ അറബികൾക്കുണ്ട്. അതെന്താണ്? ഇത് അള്ളാഹുവിന്റെ ഭവന, ഇത് ഹലാലായ പണമല്ലാതെ ഒന്നും തൊടിയിക്കാൻ പാടില്ല. അതുകൊണ്ട് ഹലാലായ കൃഷിയിലൂടെ, കച്ചവടത്തിലൂടെ മാന്യമായി വന്ന വരുമാനം മാത്രം സ്വരുക്കൂട്ടിയിട്ട് പണിയാൻ തീരുമാനിച്ചു. പണി മുന്നോട്ട് പോയപ്പോൾ മുഴുവൻ പണിയാൻ ഹലാലായ പണം തികഞ്ഞില്ല. അപ്പൊ അരമതിലാക്കി നിർത്തി. ഇതൊരു വല്ലാത്ത ചരിത്രമാണ്. ഹിജർ ഇസ്മായിൽ കണ്ട അതിനകത്ത് നിസ്കരിക്കാൻ വെമ്പൽ കൊണ്ട ഒന്നും തള്ളും നടത്തി അത് നിർവഹിച്ച ആളുകൾ ഓർക്കണം, ഇതൊരു വല്ലാത്ത പാഠമാണ്. ഈ അരമതിൽ നിൽക്കാൻ കാരണം ഹലാലായ പണമില്ലാത്ത. ഇസ്ലാമിന് മുമ്പ് അഥവാ ഹബീബിന്റെ ആഗമനത്തിന് മുമ്പ് ജാഹിലിയത്തിലെ ആളുകൾക്ക് ഈ ബോധ്യം ഉണ്ടായിരുന്നു എങ്കിൽ വരുമാന മാർഗം ഹലാലോ ഹറാമോ എന്ന് പരിഗണിക്കാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമസ്കാരത്തഴമ്പുകാർക്ക് ഈ ബോധ്യം ഇപ്പോഴും തിരിച്ചു കിട്ടിയില്ല. ആ ഭവനം കൊടുക്കുന്ന മെസ്സേജ് അത് വല്ലാത്തൊരു പാഠമാണ്. എന്നല്ല, ഹജ്ജിന് ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം തൊബ്രാനി ഉദ്ധരിച്ച ഹദീസ്. അദ്ദേഹം ഹലാലായ മാർഗേണ ജീവിച്ചവനാണെങ്കിൽ വാഹനപ്പുറത്ത് കയറിയിട്ട് തന്റെ കാലുകൾ ഗറസ് എന്നാണ് അറബി ഭാഷയിലെ പ്രയോഗം. കുതിരയുടെ ജീനിക്ക് താഴെ കാല് വെക്കാൻ ഒരു ഫൂട്ട് സ്റ്റെപ്പ് ഉണ്ടാവും, അതിന് ഗറസ് എന്ന അറബി പറയാം. അതിനകത്തേക്ക് കാല് വെച്ച് യാത്രക്ക് ഒരുങ്ങിയിട്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക് എന്ന് ഈ തൽബിയത്ത് അങ്ങ് ചൊല്ലാൻ തുടങ്ങുമ്പോൾ തന്നെ
ആകാശ ലോകത്തിനും മലക്ക് വിളിച്ചു പറയത്രേ, ലബ്ബൈക വസഅദൈക, നിന്റെ വിളിക്ക് അല്ലാഹു ഉത്തരം ചെയ്തിരിക്കുന്നു, വസഅദൈക, നിന്നെ അല്ലാഹു അനുഗ്രഹിച്ചിരിക്കുന്നു. കാരണം സാദുക ഹലാൽ വറാഹിലതുക ഹലാൽ വഹജ്ജുക മബ്രൂർ, നിന്റെ പാതയെ യാത്രക്ക് വേണ്ടി ഒരുക്കിയ എല്ലാം ഹലാലായ മാർഗ്ഗമുള്ളതാണ്. നിന്റെ യാത്രാ സംവിധാനം ഹലാൽ, റാഹിലത്തുക ഹലാൽ വഹജ്ജുക മബ്രൂർ ഗൈറു മഅ്സൂർ, അതുകൊണ്ട് നിന്റെ ഹജ്ജ് മബ്രൂറാണ്, ഗൈറു മഅ്സൂർ, കുറ്റകരമല്ല കേട്ടോ എന്നാണ്. ഖബൂലും മബ്രൂറുമായ ഹജ്ജും ഉംറയും സാധ്യമാകാൻ പ്രാർത്ഥിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് പറഞ്ഞിട്ടാ നമ്മൾ ആളുകളൊക്കെ പോയത്. നമ്മളും അങ്ങനെ തന്നെ പോയത്, അല്ലെങ്കിൽ പോകാനിരിക്കുന്നത്. പക്ഷെ ഇത് മബ്രൂർ മഖ്ബൂൽ, അവിടെ പോയിട്ട് ദുൽഹജ്ജ് 8 തുടങ്ങി 13 വരെ കർമ്മങ്ങൾ ഇങ്ങനെ ഭംഗിയായി ചെയ്തത് കൊണ്ട് സ്വീകാര്യാവില്ല. ഇവിടുന്ന് പോകുമ്പോ തന്നെ അത് തീരുമാനാകും. നീ ജീവിച്ചത്, ഉപയോഗിച്ചത്, നീ താമസിക്കുന്ന വാഹനം, നീ സഞ്ചരിക്കുന്ന വാഹനം, നീ താമസിക്കുന്ന വീട്, നീ കഴിക്കുന്ന അന്നം, നീ ഉടുക്കുന്ന വസ്ത്രം, നിന്റെ കുടുംബത്തെ പോറ്റാൻ നീ ഉപയോഗിക്കുന്ന പണം, അത് ഹലാലായ മാർഗേണയാണോ എങ്കിൽ നിന്റെ ഹജ്ജ് അവിടെ എത്തണ്ട. നീ ഇവിടുന്ന് പുറപ്പെടുമ്പോ തന്നെ അത് സ്വീകാര്യമാണ് എന്ന് ആകാശ ലോകത്ത് നിന്ന് മലക്ക് വിളിച്ചു പറയും. ഇത് നേരെ തിരിച്ചാണ്. ഹലാല് ഹറാമ് പരിഗണിക്കാത്ത ജീവിതമാണെങ്കിൽ അവനിങ്ങനെ ലബ്ബൈക്ക് പറയുമ്പോഴേക്ക് ആകാശ ലോകത്ത് നിന്ന് നാദാഹു മുനാദി മിനസ് സമാ, ആകാശ ലോകത്ത് നിന്ന് ഒരു മലക്ക് വിളിച്ചു പറയും, ലാ ലബ്ബൈക വലാ സഅദൈക, ലബ്ബൈക അല്ലാഹ് സ്വീകരിക്കൂല, നിന്നെ അല്ലാഹ് അനുഗ്രഹിക്കില്ല. സാദുക ഹറാം, കാരണം നീ യാത്രക്ക് വേണ്ടി ഒരുക്കിയ സകലവും ഹറാം കലർന്നതാണ്. വനഫഖത്തുക ഹറാം, ഈ യാത്രക്ക് വേണ്ടി ചെലവഴിക്കുന്ന നഫഖ, ചെലവഴിക്കലും എല്ലാം ഹറാം കൂടി കലർന്ന മുതലാണ്. വഹജ്ജുക മഅ്സൂർ ഗൈറു മബ്രൂർ, നിന്റെ ഹജ്ജ് കുറ്റകരമാണ്. മഅ്സൂർ കുറ്റകരമാണ്, ഗൈറു മബ്രൂർ പുണ്യകരമല്ല, അതുകൊണ്ട് തന്നെ ഗൈറു മഖ്ബൂൽ സ്വീകാര്യമല്ല. ഹജ്ജ് അവിടെ പോയി ചെയ്തിട്ട് അല്ല സ്വീകരിക്കപ്പെടുമോ ഇല്ല തീരുമാനിക്കപ്പെടുന്നത്. ഇത് നമസ്കാരം പോലൊരു കർമ്മമല്ല. നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ ചോദിക്കാനും പറയാനും പറ്റില്ല. സംശയം ഉണ്ടായാൽ ബുദ്ധിമുട്ടായി പോകും. പക്ഷെ ഈ കർമ്മത്തിൽ ചോദിക്കാം, പറയാം, പുസ്തകം നോക്കി വായിക്കാം, അവിടെ വെച്ച് ഫോൺ ചെയ്ത് 10 ചോദിക്കാം. ഈ കർമ്മം അങ്ങനെയാണ്. അപ്പൊ ഈ കർമ്മം സ്വീകാര്യമാകുന്നതിന്റെ ഉപാധി ഈ മനുഷ്യൻ ജീവിച്ചത് ഹലാലിലാണോ ഹറാമിലാണോ, ഹലാല് ഹറാമ് പരിഗണിക്കാണോ പരിഗണിക്കാതെയാണോ. മിക്സഡ് എക്കണോമി എന്നൊക്കെ പറഞ്ഞാൽ വേറൊരു പ്രയോഗ. ഇവിടെ തമാശ ഹലാല് ഹറാമും കൂടി കലർന്ന സമ്പാദ്യം. അങ്ങനെയെങ്കിൽ അവന്റെ കർമ്മം സ്വീകാര്യമല്ല. അതുകൊണ്ട് സാമ്പത്തിക വിശുദ്ധി ഉണ്ടെങ്കിൽ വന്നാൽ മതി എന്ന് വളരെ കൃത്യമായിട്ട് ഖുർആനും ഹദീസും. അങ്ങനെ മീക്കാത്ത് കടന്നങ്ങ് പോകാൽ എല്ലാ മനുഷ്യരും നമ്മൾ ഒന്നാണെന്ന് തിരിച്ചറിവിലേക്ക് എത്തുകയാണ്. എന്താണ് സനാതനത്വം? നമുക്കുള്ള ചർച്ച സനാതനം. മനുഷ്യനെ മനുഷ്യനായി കാണാത്ത ഒരു ദർശനവും സനാതനമല്ല. ഇവിടെ ഈ മീക്കാത്ത് 5 മീക്കാത്ത് കടന്ന ആളുകൾ അങ്ങ് വരുമ്പോ അവിടെ ഞാനില്ല, ഞങ്ങളാണുള്ളത്. പിന്നെ മനുഷ്യന്റെ ഭാഷ, വർഗ, വർണ്ണ, ലിംഗ വിവേചനങ്ങളില്ല. ഏത് ഭൂഖണ്ഡത്തിന് വിഷയമല്ല. അവൻ ജനിച്ച വിഭാഗത്തെ പരിഗണിക്കപ്പെടില്ല അവിടെ. അതുകൊണ്ട് പിന്നെ എല്ലാവരും നമ്മളാണ്. നമ്മൾ ഹുജ്ജാജു ബൈത്തിൽ, അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് ലക്ഷ്യം വെച്ചവർ. നമ്മൾ ദുയൂഫുള്ള, അള്ളാഹുവിന്റെ അതിഥികൾ. അതുകൊണ്ട് മനുഷ്യർ ഒന്നാണ്, നിങ്ങളെല്ലാവരും ഒന്നാണ്. നിങ്ങൾക്കിടയിൽ ഈ വക വിവേചനത്തിന്റെ ഒരു അടിസ്ഥാനവുമില്ല എന്ന് പഠിപ്പിക്കുന്നു ഈ ഭവനം. അതാണ് സനാതനത്വം. ജാതീയമായ ക്രമത്തിൽ മനുഷ്യനെ മനുഷ്യനായി പരിഗണിക്കാത്ത, ഉത്കൃഷ്ടൻ, സെമി ഉത്കൃഷ്ടൻ, പിന്നെ ബിലോ ഉത്കൃഷ്ടൻ എന്നൊക്കെ പറഞ്ഞ അവസാനം ജാതി സംവിധാനത്തിന് പുറത്ത് മനുഷ്യരായി പരിഗണിക്കപ്പെടാത്ത, ദളിതന്റെ പെണ്ണിനെ ആസ്വദിക്കാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞ് പിടിച്ചു കൊണ്ടുപോയി ഉപയോഗിച്ച് വലിച്ചെറിയപ്പെടുന്ന, ചപ്പുചാവറിന്റെ കൂട്ടത്തിൽ പെൺകുട്ടികൾ വലിച്ചെറിയപ്പെടുന്ന ഉത്തരേന്ത്യൻ സംസ്കാരം പുതിയ ഇന്ത്യൻ അവസ്ഥയിലെ ഭരണക്രമ. അതാണത്ര സനാതനത്വം. അതുകൊണ്ട് മനുഷ്യനെ മനുഷ്യനായി പരിഗണിക്കാത്ത, മനുഷ്യത്വം ഉയർന്നിൽക്കാത്ത ഒരു ദർശനവും സനാതനമല്ല. മനുഷ്യനെ മനുഷ്യനായി പരിഗണിക്കുന്ന സന്ദേശമാണ് ഈ ഹജ്ജിന്റെ, ഈ ഭവനത്തിന്റെ, ഈ മില്ലത്ത് ഇബ്രാഹിം സന്ദേശം. നമ്മുടെ ആളുകൾ ഇവിടുന്ന് പോകുന്നത് ഹജ്ജിനും ഉംറക്കും വേണ്ടിയാണ്. ഉംറക്ക് ഇഹ്റാമിൽ പ്രവേശിച്ചെല്ലും. എന്നിട്ട് ഇഹ്റാമിൽ പ്രവേശിച്ച് ചെന്നാൽ പിന്നെ അവർക്ക് ഉംറയുടെ ഭാഗമായി ചെയ്യാനുള്ളത് തവാഫാണ്. കഅബയ്ക്ക് ചുറ്റുമുള്ള തവാഫ്. അപ്രദക്ഷിണം എന്നാണ് മലയാളത്തിൽ അർത്ഥം പറയാൻ പറ്റുക. പ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ വലത്തിട്ട് കറങ്ങല, ഇടത്തിട്ട കറക്കമാണ് ഇവിടെ. തവാഫ് ചെയ്യുമ്പോൾ കഅബ ഇടത് ഭാഗത്ത്. അതുകൊണ്ട് നല്ല മലയാളത്തിൽ അപ്രദക്ഷിണം എന്നേ പറയാവൂ. അപ്രദക്ഷിണം, ഇടത്തിട്ട് കറങ്ങുക.
ആ ഭവനത്തിന് ചുറ്റും ആളുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. തവാഫ്. എന്തൊരു ഗാംഭീര്യമാണ് ആ ഭവനത്തിന്. ഏത് സമയത്തും അവിടെ പ്രവാഹം നടന്നുകൊണ്ടിരിക്കുക. എന്താണ് ഇടത്തിട്ട ഈ കറക്കം? ഒരുപാട് പാഠങ്ങൾ മനുഷ്യനെ പഠിപ്പിക്കുക. തിരിച്ചറിവിന്റെ വലിയൊരു പാഠം നൽകുകയാണ് കഅബ. പ്രപഞ്ചത്തിൽ നാം പഠിച്ചിട്ടുണ്ട്, സൂര്യനും ഗ്രഹങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് ആന്റി ക്ലോക്ക് വൈസ്, ഇടത്തിട്ട കറക്കമാണ്. ജീവനില്ലാത്ത ഏതൊരു വസ്തുവിന്റെ ഏറ്റവും ചെറിയ കണിക, ആറ്റം, ആ ആറ്റത്തിന്റെ ഘടകങ്ങളെ വിശേഷിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന വിവരം. ന്യൂക്ലിയസ്, അതിന് ചുറ്റും ഇലക്ട്രോണും പ്രോട്ടോണും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇടത്തിട്ട കറക്ക, ആന്റി ക്ലോക്ക് വൈസ്. ലൈംഗിക ബന്ധത്തിലൂടെ പ്രത്യുൽപാദനം നടക്കുന്ന ഏതൊരു ജീവിവർഗത്തിലും പുംബീജം അണ്ടത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് അതിന് ചുറ്റും ഇടത്തിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ കറക്കത്തിൽ ശക്തിയുള്ള ഒരു പുംബീജം അകത്തേക്ക് ഇടിച്ചു കയറും. അങ്ങനെ സിക്താണ്ഡമായി അത് വളർന്ന് കുഞ്ഞായിട്ട് വരും. ഇടത്തിട്ട കറക്കമാണ്. ജീവനുള്ളതിലും ജീവനില്ലാത്തതിലും ഈ പ്രപഞ്ചത്തിലുടനീളം ഒരു കറക്കമുണ്ട്. ആരാണ് കറക്കം നിശ്ചയിച്ചത്? അള്ളയാണ്. ഈ പ്രപഞ്ചത്തിന്റെ ഉടയോൻ, അവന്റെ ഭവനത്തിലും ഇടത്തിട്ട കറക്കമാണ്. ഇടത്തിട്ട കറക്കമാണ് പ്രപഞ്ചത്തിന്റെ ശരിയായ കറക്കം. ഇത് അള്ളാഹുവിന്റെ ഭവനമാണെന്ന് ഇനിയും ബോധ്യമാകില്ലേ നിങ്ങൾക്ക്? എന്ന് മനുഷ്യനെ പഠിപ്പിക്കുക ഈ പുതിയ കാലത്തും. ഒരു പഴയ ഭവന, അൽ ബൈത്തുൽ അതീഖ്, ചിരപുരാതന ഭവനം. പക്ഷെ ആ ഭവനം ഇന്നും മനുഷ്യൻ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവന്റെ ബുദ്ധിയെ സ്ട്രൈക്ക് ചെയ്യുന്ന, അവന്റെ തലച്ചോറിൽ ഇടിച്ചു കയറുന്ന വലിയ പാഠങ്ങൾ. ഇത് തമ്പുരാന്റെതാണ്. ഈ ദർശനമാണ് തമ്പുരാന്റെ ദർശനം. ഇതല്ലാത്ത ബാക്കിയെല്ലാം വേറെ എന്തൊക്കെയോ ആണ്. വിധി പറയാൻ നമ്മളാളല്ല. വിധി പറഞ്ഞുകൂടാ, ഇപ്പോ അതും പ്രശ്നം. പക്ഷെ ബുദ്ധിയുള്ള വിശ്വാസികൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. ബുദ്ധിയുള്ള മനുഷ്യർ മനസ്സിലാക്കിയിട്ട് ഈ ഭവനത്തിലേക്ക്, കണ്ടില്ലേ, നാനാഭാഗത്ത് ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് കഅബയിലേക്കാണ്. നിങ്ങൾ വീഡിയോ കാണാറില്ലേ? ഇസ്ലാം സ്വീകരിച്ച പലരും ഉംറ ചെയ്യുന്ന വാർത്തയൊക്കെ അങ്ങനെയാ. അത് ഈ ഭവനത്തിന്റെ വല്ലാത്തൊരു ആകർഷകത്വമാണ്, അതിന്റെ തനിമയാണ്. അങ്ങനെ ഇടത്തിട്ട കറക്കമാണ്. നിങ്ങളുടെ വിശ്വാസം ഉറപ്പിക്കാനുള്ള വിളിച്ചതാണ്. എന്തിനാ അങ്ങോട്ട് വിളിക്കുന്നത്? ഇത് അവിടെ ചെയ്യാൻ പറ്റും. ഹജ്ജ് ഉംറയും. ഹജ്ജ് അതിന്റെ സമയത്തെ പറ്റൂ. ഉംറ നിങ്ങൾക്ക് എപ്പോഴും ആവാം. അങ്ങോട്ട് വിളിച്ചിരിക്കുക. എന്തിനാ വിളിച്ചത്? ഈമാൻ ഉറപ്പിക്കാൻ. എന്താ ഈമാൻ ഉറപ്പിക്കാൻ? നീ നാട്ടിൽ വെച്ച് പറഞ്ഞു കേട്ട കുറെ കാര്യങ്ങളുണ്ട്, ചരിത്രങ്ങൾ, വാഴലിലൂടെ, ഉറുദിയിലൂടെ, പുസ്തക വായനയിലൂടെ, തഫ്സീർ വായനയിലൂടെ. അങ്ങനെ വായിച്ചു കേട്ട കാര്യമൊക്കെ ഇപ്പോൾ സത്യമാണെന്ന് ബോധ്യമായില്ലേ എന്നുള്ള ചോദിക്കുന്ന പോലെ. കണ്ടില്ലേ, ഹജറുൽ അസ്വദ്, അതൊരു കല്ല, സവിശേഷമായൊരു കല്ല്. പക്ഷെ അത് കല്ല് മാത്രമാണ്. അതിനപ്പുറത്ത് ആ കല്ലിനെ ഒരു തബറുക്കിന്റെ ഭാഗമായി പൂജിക്കുന്ന മനസ്സോടെ നീ കാണുന്നെങ്കിൽ നിന്റെ ഇസ്ലാം അന്യമായി പോകും. അത്ര സൂക്ഷ്മതയുള്ള തിരിച്ചറിവാണ്. സൂക്ഷ്മതയുള്ള തിരിച്ചറിവ്. നീ വിശ്വാസമില്ലാതെ പോയത് അതാ. എന്തും തൊട്ടുമുത്തി ചേർത്തണച്ച് വാരി തേക്കുന്ന രീതിയിലേക്ക് എത്തിയ ഒരു സമുദായത്തോട് ഇങ്ങനെ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ഉമർ ഖത്താബ് പറഞ്ഞു, നീ ഒരു കല്ല് മാത്രം. ഇന്നക ഹജർ, എന്റെ ഹബീബായ റസൂലുള്ളാഹി നിന്നെ ചുംബിക്കുന്നതിന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തിരുസുന്നത്തിനെ പിൻപറ്റി ഞാൻ നിന്നെ ചുംബിക്കാം. നീ ഒരു കല്ല് മാത്രമാണെന്ന് എനിക്കറിയാം. നീ ഒരു കല്ല് മാത്രമാണെന്ന് അറിയാമെന്ന് പറയുമ്പോൾ അതൊരു ധിക്കാരമല്ല, അത് വഴിതെറ്റാൻ സാധ്യതയുള്ള മുസ്ലിം സമുദായത്തിനൊരു പാഠം. കേവലം കല്ലായി മാറേണ്ട, വസ്തുവായി മാറേണ്ട, അടയാളമായി മാറേണ്ട പലതിനെയും പൂജിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയ ഒരു സമുദായം ഇവിടെ ഉണ്ട്. ഇത് ആ പാത്രമാണ്, ഇത് ആ ചെരുപ്പാണ്, ഇത് ആ കീറ കഷ്ണമാണ് എന്നൊക്കെ പറഞ്ഞാൽ വീഴുന്നവർ, അവരെ പഠിപ്പിക്കുക ഇത് കല്ലാണ് കേട്ടോ, കല്ല്, ഇതൊരു അടയാളമാണ്. നാം ആഗ്രഹിക്കുന്ന ലോകത്തെ ഇടമാണ് മക്ക. മക്കയിൽ നാം എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഇടമാണ് മസ്ജിദുൽ ഹറാം. മസ്ജിദുൽ ഹറാം ഞാൻ ലക്ഷ്യമാക്കുന്ന കേന്ദ്രമാണ് കഅബ. കഅബയിൽ നമ്മുടെ കർമ്മത്തിന്റെ തുടക്കത്തിന്റെ അടയാളമാണ് ഹജറുൽ അസ്വദ്. ഈ തിരിച്ചറിവാണ്. അവിടുന്ന് തുടങ്ങാം. കണ്ടില്ലേ ഹജറുൽ അസ്വദ്? അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് മുന്നോട്ട് ഞാൻ മക്കാം ഇബ്രാഹിം, അവിടെ നിന്ന് ഇങ്ങോട്ട് രണ്ടാം മൂല, മൂന്നാമത് മൂല വരെ ഹിജർ ഇസ്മായിൽ, ഹാജറിന്റെ മടിത്തട്ട്, ഹാജർ ഇസ്മായിലിനെ കൊണ്ട് ഇരുന്ന ഇടം. പിന്നെ കണ്ടില്ല റുക്കുൽ യമാനി. കുറച്ചങ്ങോട്ട് കിഴക്കോട്ട് പോയാൽ 5 കിലോമീറ്റർ അപ്പുറത്ത് ജബൽ നൂർ, ഹിറാ ഗുഹ സ്ഥിതി ചെയ്യുന്ന പർവ്വതം, ആദ്യമായി വഹി വന്ന സ്ഥലം. കുറച്ചിങ്ങോട്ട് തെക്കോട്ട് സഞ്ചരിച്ചാൽ ജബൽ സൗർ, മദീനയിലേക്കുള്ള പലായനത്തിന്റെ ദിവസങ്ങൾ കഴിച്ചുകൂട്ടിയ തിരുനബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജബൽ സൗർ. കുറച്ചങ്ങോട്ട് തെക്ക് കിഴക്കോട്ട് പോയാൽ മിന, അറഫ, മുസ്ദലിഫ, ഹജ്ജിന്റെ കർമ്മഭൂമികൾ. ഇതൊക്കെ കണ്ടില്ല നിങ്ങൾ? ഇതൊക്കെ അടയാളങ്ങൾ കണ്ടില്ല? ഇതൊക്കെ നീ വായിച്ച കാര്യങ്ങളാ, യാഥാർത്ഥ്യമല്ലേ?
ഈ മത്താഫിന്റെ താഴെ സംസം കിണർ, ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹിം, ഖുർആൻ. അവിടെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, ബയ്യിനാത്ത്, ദൃഷ്ടാന്തങ്ങൾ, തെളിവുകൾ, അടയാളങ്ങൾ ഉണ്ട്. അവിടെ മഖാമു ഇബ്രാഹിം ഉണ്ട്. പിന്നെയും കുറെ കാതം അങ്ങോട്ട് സഞ്ചരിച്ചാൽ മദീന മുനവ്വറ. ഇതെല്ലാം ശരിയാണെന്ന് ബോധ്യമില്ലേ? എങ്കിൽ ഇതുപോലെ നീ ഖുർആനിൽ വായിക്കുന്ന, ഖുത്ബയിൽ കേൾക്കുന്ന, വാളിലും ഉറുദിയിലും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിയാവും. യൗമുൽ ഖിയാമത്ത് ഹഖ്ഖുൻ, യൗമുൽ ഖിയാമത്ത് ഹഖ്ഖായിട്ട് വരും. യൗമുൽ ബഅസ്, പുനരുദ്ധാനം ഹഖ്ഖുൻ, യാഥാർത്ഥ്യമായിട്ട് വരും. അൽ മഹ്ശറു ഹഖ്ഖുൻ വൽ ഹിസാബ് ഹഖ്, മനുഷ്യരെല്ലാം ഒത്തുകൂടുന്ന മഹ്ശർ യാഥാർത്ഥ്യമായിട്ട് വരും. വിചാരണ ഹഖ്ഖായിട്ട് പുലരും, യാഥാർത്ഥ്യമായിട്ട് വരും. അൽ ജന്നത്തു ഹഖ്ഖുൻ വന്നാറു ഹഖ്, ഇതുപോലെ സ്വർഗവും നരകവും യാഥാർത്ഥ്യമായിട്ട് വരും. ഈമാൻ ഉറപ്പിച്ചോ? ഇനിയും നിനക്ക് വിശ്വാസം ഉറക്കാൻ വേറെ ഒരു മാർഗമില്ല കേട്ടോ ഈ ദർശനത്തിൽ എന്നാണ് ഈ കർമ്മത്തിന് ചെല്ലുന്ന മനുഷ്യരോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈമാൻ ഉറപ്പിക്കാൻ വേണ്ടി ആ കഅബാലയത്തിന്റെ ചാരത്ത് ഹിജ്ർ ഇസ്മായിലായിട്ടുള്ള കഅബയുടെ ഭാഗമായിട്ടുള്ള ഭാഗം, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു സ്ത്രീക്ക് അള്ളാഹ് നൽകിയ പദവി എത്രയാണ്. അന്നത്തെ സാമൂഹ്യ ക്രമത്തിലും ഇന്നത്തെ സാമൂഹ്യ ക്രമത്തിലും പരിഗണിക്കപ്പെടുകയാണെങ്കിൽ, ഒരു മുസൽമാന്റെതല്ലാത്ത ഭാഷയിൽ പറഞ്ഞാൽ അവഗണിക്കപ്പെട്ട, അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിന്റെ പ്രതിനിധി. കറുത്തവരെ അങ്ങനെയാണ് പരിഗണിക്കുക. ഇതൊരു കറുത്ത സുന്ദരിയായിരുന്നു, പക്ഷെ അവരങ്ങനെയാണ് പരിഗണിക്കുക. അടിച്ചമർത്തപ്പെട്ട, അവഗണിക്കപ്പെട്ട, അരികുവൽക്കരിക്കപ്പെട്ട, മുഖ്യധാരന്ന് മാറ്റി നിർത്തപ്പെട്ട ആളുകളെ ചേർത്ത് പിടിക്കാൻ മുസൽമാന്മാർക്ക് കഴിയാതെ പോയി. ഹജ്ജ് ഉംറയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് തന്നെ അള്ളാഹ് ആ സഹോദരന്റെ ഭവനത്തോട് ചേർത്ത് വെച്ച് തന്റെ ഭവനത്തിൽ ആ സ്ഥലം കൊടുത്തവർക്ക്. അപ്പുറത്ത് സഅയാണ് പിന്നീട് നടക്കുക, ഉംറയുടെ ഭാഗമായി തവാഫ് കഴിഞ്ഞാൽ. സഫാ മർവ കുന്നുകൾക്കിടയിൽ നടക്കുകയാണ്. തന്റെ കുഞ്ഞിന് ഇത്തിരി വെള്ളത്തിന് വേണ്ടി ഈ ഉമ്മ നടത്തിയ ഓട്ടമാണ്. അവിടെ അവരുടെ കാൽപാദങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ആ വഴിക്ക് സഞ്ചരിക്കാതെ, സഴി നടത്താതെ, പരിശീലനം നടത്താതെ ഒരാൾക്കും, എത്ര വലിയവനാകട്ടെ, സാധാരണക്കാരനോട് ഹജ്ജ് ഉംറയിൽ സാധ്യമല്ല. അപ്പോൾ എത്രമേൽ ഉയർന്ന സ്ഥാനമാണ് ഈ അവഗണിക്കപ്പെട്ട വിഭാഗത്തിന്റെ പ്രതിനിധിക്ക് അള്ളാഹു നൽകിയ വിശ്വാസമാണ് മാനദണ്ഡം. നിങ്ങളുടെ നിറമല്ല, ജാതിയല്ല, നിങ്ങൾ പിറന്ന കുടുംബമല്ല, നിങ്ങൾ നിലകൊള്ളുന്ന പാർട്ടിയും സംവിധാനവും ഒന്നും പരിഗണനീയമേ അല്ല. നിങ്ങളുടെ വിശ്വാസമാണ് താല്പര്യം, അതാണ് പ്രാധാന്യം, അതാണ് അടിസ്ഥാനം, അതാണ് മാനദണ്ഡം, അതാണ് സ്കെയിൽ. തിരിച്ചറിയാൻ നമുക്ക് പറ്റിയില്ല. പിൽക്കാലത്ത് ഇബ്രാഹിം ഇല്ലത്തിലെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ മക്ക വിധേയപ്പെട്ടു. മക്കം ഫത്ഹിന്റെ അന്ന് എല്ലാം ഒതുക്കിയിട്ട് കാര്യങ്ങൾ റെഡിയാക്കിയിട്ട് ബിലാലിനെ വിളിച്ചു. ബിലാൽ റബാഹ് റളിയല്ലാഹു തആല, കറുത്ത മുത്ത്, ഹാജറിന്റെ അതേ വർഗത്തിൽപ്പെട്ട മനുഷ്യനായി മക്കക്കാർ പരിഗണിക്കുന്ന, സവർണ വിഭാഗമാകുന്ന ഖുറൈശികൾ ഉൾപ്പെടെ മക്കക്കാർ മനുഷ്യനായി പരിഗണിക്കാത്ത, കുതിരക്ക് കൊടുക്കുന്ന മുതിര ബാക്കിയുണ്ടെങ്കിൽ കഴിക്കാൻ മാത്രം അർഹതപ്പെട്ട, കുതിരച്ചാണകം മണക്കുന്ന ആലയത്തിൽ കീറച്ചാക്ക് വസ്ത്രമായി ഉടുത്ത് ജീവിച്ച ബിലാൽ. ആ ബിലാലിനെ റസൂലുള്ളാഹി വിളിക്കുക, യാ ബിലാൽ തആൽ. ബിലാൽ അന്തം വിട്ടുപോയി, എന്നെയാണ് വിളിക്കുന്നത്? ഇവിടെ അബൂബക്കർ ഉണ്ട്, ഉമർ ഉണ്ട്, പ്രഗത്ഭരായ പലരും ഉണ്ട്. റോമക്കാരൻ ഷുഐബ് റൂമി, പേർഷ്യക്കാരൻ സൽമാനുൽ ഫാരിസി, അങ്ങനെ എല്ലാവരുടെ എന്നെയാണ് വിളിക്കുന്നത്. ബിലാലിന് സംശയം. റസൂൽ പറഞ്ഞു, അൻത യാ ബിലാൽ തആൽ, നിന്നെ തന്നെ വിളിച്ചത്, വാ. ബിലാൽ ഇങ്ങനെ മടിച്ചു വന്നു. കഅബയുടെ മുകളിൽ കയറാൻ ബിലാലിനോട് പറഞ്ഞു. ആദ്യത്തെ ബാങ്ക് മുഴങ്ങാൻ പോവുക. കഅബയുടെ മുകളിൽ കയറി ബിലാലിന് ഇത്തിരി വിസമ്മതം പോലെ റസൂലിന്റെ ആഴ്ചക്കൊമ്പിൽ ബിലാൽ അങ്ങ് കയറി തുടങ്ങി. കഅബയിൽ കൈ വെച്ച് കൊടുത്ത്, തിരുവിടെ കയ്യിൽ ചവിട്ടി, തിരുവിടെ തോളിൽ ചവിട്ടി, കഅബയുടെ മുകളിൽ കയറി അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എക്കാലത്തും സമൂഹം അവഗണിച്ച മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ നിസ്കാരത്തഴമ്പുകാർക്ക് പറ്റിയില്ല. അതുകൊണ്ട് ഇന്ത്യയിലെ ദലിതുകളെയും ആദിവാസികളെയും ജാതീയ ക്രമത്തിൽ അവഗണിക്കപ്പെട്ടവരെയും ചേർത്ത് പിടിക്കാൻ കഴിയാതെ പോയത് കൊണ്ട് സംഘപരിവാരത്തിന്റെ കൂടെ നിന്ന് അവർ നമുക്കെതിരെ പണിയിടും. അതുകൊണ്ട് ഗുജറാത്ത് കലാപത്തിൽ ഐക്യനായിരുന്ന ഒരു മനുഷ്യനില്ലേ, ശൂലം പിടിച്ചു നിന്നവൻ, ഇന്ന് വീടില്ലാത്തതിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നവൻ, തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞ മനുഷ്യൻ, ആ മനുഷ്യൻ ചർച്ചയാണല്ലോ പത്രത്തിൽ.
അവരൊക്കെ ഈ പറയുന്ന അവഗണിക്കപ്പെട്ട ദലിത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാ. അവരെല്ലാം കൂടിയാണ് മുസ്ലിം സമൂഹത്തിന്റെ സംവിധാനത്തെ തകർത്ത് കളഞ്ഞത്. അത് സംഭവിക്കാൻ കാരണക്കാർ ഞാനും നിങ്ങളുമാണ്. ഈ മനുഷ്യരെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച് നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കഴിയാതെ പോയപ്പോ അവർക്ക് ഇസ്ലാം അന്യമായി. അവരെ മനുഷ്യരായി കാണാത്ത ജാതീയ ശ്രേണിയിലെ സവർണ തമ്പുരാക്കൾ വേണ്ടി മരിക്കാൻ അവർ തയ്യാറായി. വിവേകം അവർക്ക് എത്താൻ ചിലപ്പോൾ കാലമെടുക്കും. ഗുജറാത്ത് കലാപം കഴിഞ്ഞപ്പോഴാണ് ഇവരിൽ പലർക്കും വിവേകമുണ്ടായത്. പഠിക്കാൻ ഇന്ത്യയിൽ മതിയായ അനുഭവങ്ങളുണ്ട്. പക്ഷെ പാഠം പഠിക്കാൻ ഈ സമുദായത്തിന് കഴിയാതെ പോകുന്ന ഓരോ അനുഭവങ്ങൾക്ക് ശേഷവും എന്നത് നമ്മെക്കുറിച്ച് നമുക്കുള്ള പരാതിയാണ്. അപ്പോൾ അങ്ങനെ അവഗണിക്കപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ ഈ ഭവനം നമുക്ക് കൃത്യമായ സന്ദേശം നൽകും. ഇതൊക്കെയാണ് ഹജ്ജും കഅബയും അതിന്റെ പാഠം. അങ്ങനെ സഅയും കഴിഞ്ഞ് ഈ ഹാജി ഉംറക്ക് പോയിരിക്കുക. ഇപ്പൊ ഉംറ കഴിഞ്ഞ് തമത്തുവാണ്. പിന്നീടാണ് ഹജ്ജിന് ദുൽഹജ്ജത്തിന് ഇഹ്റാമിൽ പ്രവേശിക്കുക. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോകുന്ന ആൾ അങ്ങനെയാണ് പോവാം. പിന്നെ മുടി വെട്ടുന്നു അല്ലെങ്കിൽ വടിക്കുന്നു, അങ്ങനെ തഹല്ലുലാകുന്നു. പിന്നീട് മക്കത്ത് താമസിക്കുന്നു, പരിസരത്തൊക്കെ സിയാറ നടത്തുന്നു. ഇങ്ങനെയാണ് ഹജ്ജിന്റെ ദിവസം വരേക്ക് ഒരു ചെലവഴിക്കുക. പറഞ്ഞു വന്നത് ഇത് വല്ലാത്തൊരു പാഠമാണ്. ഇതൊരു ആരാധനയായിട്ട് പഠിച്ചു പോകുന്ന മനുഷ്യരുണ്ട്. പക്ഷേ ആരാധനയുടെ ഭാവത്തോടൊപ്പം അതിനേക്കാൾ ഉപരിയായി തൗഹീദിന്റെ, മനുഷ്യപ്പറ്റിന്റെ, മാനുഷികത്തിന്റെ, മനുഷ്യർക്ക് നൽകേണ്ട സന്ദേശത്തിന്റെ വലിയ വലിയ പാഠങ്ങളെ ചേർത്ത് വെച്ചാണ് ഈ കർമ്മത്തെ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹ് പറയാ ഫീഹി ആയാത്തും ബയ്യിനാത്തുൻ. അവിടെ ഒരുപാട് അടയാളങ്ങളുണ്ട്. അതൊക്കെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങളാ. ബയ്യിനാത്ത്, ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാം ഇബ്രാഹിം. അവിടെ മഖാം ഇബ്രാഹിം ഉണ്ട് കേട്ടോ. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിം മുസല്ല. നിങ്ങൾ മഖാം ഇബ്രാഹിമിന്റെ ഭാഗത്തെ നമസ്കാര സ്ഥലമായി സ്വീകരിക്കുകയും വമൻ ദഖലഹു കാന ആമിന. അവിടെ ആരെങ്കിലും പ്രവേശിച്ചാൽ നിർഭയനാണ്. സമത്വവും നിർഭയത്വവും അനുഭവിപ്പിക്കാൻ കഴിയുന്ന ദർശനമേ സനാതനമാകൂ എന്ന് പഠിപ്പിക്കാൻ ഇസ്ലാം. അതുകൊണ്ട് വലില്ലാഹി, വിശ്വാസികളായ നമ്മോട് പറയാം, വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത് മിൻ ഇസ്തതാഅ ഇലൈഹി സബീല. അങ്ങോട്ട് എത്തിപ്പെടാൻ സൗകര്യം ഒരുങ്ങിയാൽ പിന്നീട് വൈകരുത്, ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ആ ഭവനത്തിൽ പോയി ഹിജ്ജുൽ ബൈത്ത്, ആ ഭവനത്തിൽ ഹജ്ജ് വിശ്വാസികൾക്ക് ബാധ്യതയാണ്. അവിടെ എത്തിപ്പെടാൻ കഴിയുന്നവർക്ക്. വമൻ കഫറ, എല്ലാ സൗകര്യവും ഒത്തുവന്നിട്ടും പിന്നെയും നിങ്ങൾ വൈകിക്കുന്നുവെങ്കിൽ അത് നന്ദികേടാണ് കേട്ടോ. വമൻ കഫറ, ആര് നന്ദികേട് കാണിക്കുന്നുവോ, ആര് നിഷേധിക്കുന്നുവോ, ഫൈനല്ലാഹു ഗനിയ്യുൻ അനിൽ ആലമീൻ, മാലോകരെ ആശ്രയിച്ചല്ല അള്ളാഹുവിന്റെ നിലനിൽപ്പ്. നിങ്ങളെല്ലാവരും നിർത്തിയിട്ട് പോയാലും തമ്പുരാന്റെ സംവിധാനം ഒരു കോട്ടം തട്ടൂല എന്ന് വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു ഖുർആൻ സൂറ ആൽ ഇംറാൻ 97. സഹോദരന്മാരെ, ഹറമിന്റെ സന്ദേശം, കഅബയുടെ സന്ദേശം, ഹജ്ജിന്റെ സന്ദേശം, ഇബ്രാഹിം മില്ലത്തിന്റെ സന്ദേശം ശരിക്കും ഉൾക്കൊള്ളുക. ശിർക്കിന്റെ അംശലേശം തൊട്ട് തീണ്ടാത്ത തൗഹീദിന്റെ മാർഗത്തിൽ മനുഷ്യനെ ചേർത്ത് പിടിച്ച് ധർമ്മത്തിന്റെ മാർഗത്തിൽ പോരാളികളായി ജീവിക്കുക. ഈ സന്ദേശം യഥാവിധി ഉൾക്കൊള്ളാൻ നാഥൻ നമ്മെ തുണക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം വദ്ഉഹു ഇന്നഹു വൽ ബർറുൽ കരീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ അബ്ദിക വറസൂലിക മുഹമ്മദിൻ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിതഖ്വല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ ദാസിമാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ ഭാഗത്തുനിന്ന് വന്ന് ഭവിക്കുന്ന തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. രോഗികൾക്ക് അള്ളാഹു ശിഫയും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ച് എളുപ്പം നൽകുമാറാവട്ടെ. ജനിച്ച മണ്ണിൽ കാലുറപ്പിച്ച് ജീവിക്കാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. നമ്മുടെ നാശം കൊതിക്കുന്നവരുടെ നാശം അല്ലാഹു ഉറപ്പുവരുത്തുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ
سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين آمين برحمة